ഇന്ന് നമുക്ക് മാധവൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ആപ് ജയ്സേ കോയ് എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ 10-42 വയസ്സായിട്ടും വിവാഹമൊന്നും നടക്കാത്ത നായകൻ സിംഗിളാണ്. മാത്രമല്ല വെർജിനും. എത്ര പെണ്ണ് കണ്ടാലും ഒരു പെൺകുട്ടികൾക്ക് പോലും നമ്മുടെ നായകനെ ഇഷ്ടമാകുന്നതേയില്ല. ഓരോ കാരണങ്ങൾ പറഞ്ഞ് നായകനെ അവർ ഒഴിവാക്കും. അതുകൊണ്ട് തന്നെ തന്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണേ കിട്ടില്ല എന്ന് നായകൻ വിചാരിക്കുന്നു. അങ്ങനെ ഇരിക്കെ കൂട്ടുകാരനാണെങ്കിൽ നായകന് ഒരു ആപ്പിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു. ആ ആപ്പിന്റെ പേരാണ് ആപ് ജയ്സേ കോയ്. ആ ആപ്പില് ഒരു പ്രത്യേകതയുണ്ട്. ആരോട് വേണമെങ്കിലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം. പേരോ ഡീറ്റെയിൽസോ ഒന്നും തന്നെ പുറത്തു പറയേണ്ടതില്ല. അതാരും അറിയത്തുമില്ല. രഹസ്യമായിട്ട് എങ്ങനെ വേണോ ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്പ്. നായകൻ അത് പറഞ്ഞു കൊടുത്തതോടുകൂടി നായകൻ ആ ആപ്പ് ഉപയോഗിക്കുവാനായും തുടങ്ങി. അതുവഴി ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുകയാണ്. പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ കഥാനായകനായ ശ്രീയാണ് കാണിക്കുന്നത്. ശ്രീയാണെങ്കിൽ രാത്രി ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ്. ആ സ്വപ്നം എന്തെന്നാൽ പണ്ട് ശ്രീ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നടന്നൊരു സംഭവമായിരുന്നു. ശ്രീക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. അവളെ പോയി പ്രപ്പോസ് ചെയ്യും. എന്നാൽ അവളാണെങ്കിലോ മുഖത്തടിച്ചതുപോലെ എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് തന്നെ തുറന്നു പറയും. അത് കേട്ട് ശ്രീ പറയുന്നത്, എന്റെ കൂട്ടുകാരൻ പറഞ്ഞല്ലോ നിന്റെ അച്ഛൻ ജുവലറി ബിസിനസ് നടത്തുകയാണെങ്കിലും നീ ഡയമണ്ട് ഒന്നുമല്ല എന്ന്. നിന്നെ പ്രപ്പോസ് ചെയ്താൽ നിന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എന്റെ കൂട്ടുകാരൻ പറഞ്ഞതാണല്ലോ എന്നും ശ്രീ പറയുന്നു. അത് കേട്ടതും ആ പെൺകുട്ടിക്ക് വല്ലാതെ ദേഷ്യം വരും. അവളുടെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന പോലുള്ള വർത്തമാനമായിരുന്നു ശ്രീയുടേത്. അത് കേട്ടതും അവൾ പറയുന്നത്, നിനക്ക് ജീവിതകാലത്തിൽ ഒരിക്കലും ഒരു പെണ്ണ് പോലും സെറ്റാകാതെ നീ സിംഗിളായി തന്നെ ജീവിക്കുമെന്ന് പറഞ്ഞ് ശപിച്ചിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നതും. അവൾ പറഞ്ഞതുപോലെ തന്നെയാണ് ദേ ഇപ്പോൾ ശ്രീയുടെ ജീവിതവും പോകുന്നത്. ഇതാണ് ശ്രീ. ശ്രീക്ക് 42 വയസ്സുണ്ട്. പക്ഷെ ഇതുവരെയും ഒരു പെണ്ണ് പോലും ശ്രീക്ക് സെറ്റായിട്ടേ ഇല്ല. മാട്രിമോണിയൽ സൈറ്റ് വഴിയൊക്കെ നോക്കി. പക്ഷെ ആർക്കും തന്നെ ശ്രീയെ ഇഷ്ടമാകുന്നില്ല. ഓരോരുത്തരും ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് ശ്രീയെ ഒഴിവാക്കും. എല്ലാവർക്കും അവനിൽ ഓരോ കുറ്റവും കുറവുകളും ഒക്കെ ഉണ്ടായിരുന്നു. ശ്രീ ആണെങ്കിൽ സ്കൂളിൽ സംസ്കൃതമാണ് പഠിപ്പിക്കുന്നതും. കുട്ടികൾ പോലും കല്യാണം നടക്കാത്ത സാറെന്നൊക്കെ പറഞ്ഞാണ് ശ്രീയെ കളിയാക്കുന്നത് പോലും. ശ്രീക്കൊരു ചേട്ടത്തിയുണ്ട്. ചേട്ടത്തിയാണെങ്കിലോ ശ്രീക്ക് വേണ്ടിട്ട് ഒരുപാട് പെണ്ണ് നോക്കും. എങ്ങനെയെങ്കിലും നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി ശ്രീക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം എന്നാണ് ചേട്ടത്തിയുടെ ആഗ്രഹവും. പക്ഷേ എന്ത് ചെയ്യാനാ, ഏതെങ്കിലും പെണ്ണ് സെറ്റാകുമോ? ഇല്ല, എല്ലാത്തിലും തടസ്സവും. ശ്രീയുടെ ചേട്ടത്തിയാണെങ്കിൽ ചേട്ടനോട് നമുക്ക് നന്നായിട്ട് പ്രണയിച്ചൊക്കെ ജീവിക്കാമെന്ന് പറയും. എന്നാൽ ചേട്ടനാണെങ്കിൽ അതിന് താല്പര്യമേ ഇല്ല. നമ്മൾ വയസ്സായില്ലേ, വയസ്സായിട്ട് ഇങ്ങനെ പ്രണയിച്ചൊക്കെ ജീവിക്കുന്നത് എന്തിനാ എന്നൊക്കെയാണ് ചേട്ടൻ പറയുന്നത്. ചേട്ടനാണെങ്കിൽ കുറച്ച് പഴഞ്ചനാണ്. സ്ത്രീകളാണെങ്കിൽ വീട്ടിലെ അടുക്കള പണിയൊക്കെ ചെയ്ത് അടുക്കളയിൽ തന്നെ ഒതുങ്ങേണ്ട ജീവിതമാണ് എന്നാണ് ചേട്ടൻ കരുതുന്നതും. അതുകൊണ്ട് തന്നെ ചേട്ടത്തിക്കാണെങ്കിൽ വലിയ സ്നേഹമോ സ്വാതന്ത്ര്യമോ ഒന്നും തന്നെ ചേട്ടൻ കൊടുക്കാറുമില്ല. എന്നാൽ സ്ത്രീക്കാണെങ്കിലോ പെൺകുട്ടികളൊന്നും സെറ്റാകുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീക്കടുത്തെത്തിയ കൂട്ടുകാരനാണെങ്കിൽ, എടാ നിനക്ക് ഒരു പെൺകുട്ടിയെ പോലും വിവാഹം കഴിക്കുവാനായിട്ട് സെറ്റാകുന്നില്ല, പിന്നെ നിനക്ക് എന്താ പെൺകുട്ടികളുമായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയാല് നീ അതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു കൂട്ടുകാരൻ പറയുന്നു. എന്നിട്ട് കൂട്ടുകാരനാണെങ്കിൽ ഒരു ആപ്പ് അവന് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കി കൊടുക്കും. ആ ആപ്പിന്റെ പേരാണ് ആപ് ജയ്സേ കോയ്. ആ ഒരു ആപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഒറിജിനൽ പേരോ ഡീറ്റെയിൽസോ ഫോട്ടോയോ ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട. നിനക്ക് ഇഷ്ടമുള്ള പെൺകുട്ടികളുമായിട്ട് എത്ര നേരം വേണമെങ്കിലും ഏത് സമയത്തും നിനക്ക് സംസാരിക്കാമെന്നും കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ടതും ശ്രീ ചിന്തിക്കും, കൊള്ളാലോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നും ശ്രീ തീരുമാനിക്കും. അന്നേ ദിവസം രാത്രി തന്റെ ബെഡ്റൂമിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്ന സ്ത്രീയാണെങ്കിൽ ആ ഒരു ആപ്പ് ഓപ്പൺ ആക്കി നോക്കുകയാണ്. അക്കൗണ്ട് എടുത്ത ഉടനെ തന്നെ സ്ത്രീക്ക് ഒരു പെൺകുട്ടിയുടെ കോള് വരുന്നു. ആ കോൾ എടുത്തതും സ്ത്രീക്കാണെങ്കിൽ ആദ്യമായിട്ട് പെൺകുട്ടികളോട് സംസാരിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് തന്നെയായിരുന്നു. അയ്യോ, ആദ്യമായിട്ടാണല്ലോ ഞാനൊരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊരു ഫീലായിരുന്നു സ്ത്രീക്കും. പെൺകുട്ടിയോട് അവന്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഇന്റർവ്യൂ പോലെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതും. പിന്നീട് ആ പെൺകുട്ടിയും സ്ത്രീയോട് നന്നായിട്ട് സംസാരിക്കുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. ഏകദേശം ലസ്റ്റ് കലർന്നതുപോലെയൊക്കെയാണ് അവൾ സംസാരിക്കുന്നതും. സ്ത്രീയും അത് എൻജോയ് ചെയ്യുവാനായും തുടങ്ങി. സ്ത്രീക്കാണെങ്കിൽ അവൾ അവന്റെ അടുത്ത് കിടക്കുന്നത് പോലെയും ഒക്കെ തോന്നുവാനായും തുടങ്ങി. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം സ്ത്രീക്ക് ഒരുപാട് പെൺകുട്ടികളിൽ നിന്നും കോളും മെസ്സേജും ഒക്കെ വന്നു. അങ്ങനെ അവൻ പല പല പെൺകുട്ടികളുമായിട്ട്
സംസാരവും ചാറ്റിങ്ങും ഒക്കെ ആരംഭിച്ചു. ശ്രീക്കാണെങ്കിലോ ഓരോ രാത്രിയും തന്നോടൊപ്പം പെൺകുട്ടികൾ എല്ലാവരും ഉറങ്ങുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യുവാനായും തുടങ്ങി. ശ്രീയുടെ ജീവിതം പിന്നീട് അങ്ങോട്ട് വളരെ സന്തോഷമായിരുന്നു. ഇത്രയും നാള് പെൺകുട്ടികളുമായിട്ട് അങ്ങനെ അടുത്തിടപഴകാത്ത സ്ത്രീയാണെങ്കിൽ ഇപ്പോൾ പെൺകുട്ടികളുമായിട്ട് ഫോൺ വിളിക്കുന്നു, ചാറ്റ് ചെയ്യുന്നു. അപ്പോൾ ചെറിയൊരു മാറ്റമൊക്കെ കാണില്ലേ? അങ്ങനെ ശ്രീയുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഒരിക്കൽ ശ്രീക്ക് ചേട്ടത്തിയിൽ നിന്ന് കോൾ വരും. എടാ, നിനക്കൊരു പെണ്ണ് സെറ്റായിട്ടുണ്ട്. നമ്മുടെ അടുത്ത വീട്ടിലെ ജോയിയില്ലേ, അയാളുടെ സഹോദരിയുടെ മകളാണെന്ന് പറയും. അത് കേട്ടതും ശ്രീ പറയുന്നത്, എന്തിനാ എനിക്കിപ്പോ പെണ്ണ് നോക്കുന്നത്? എങ്ങനെ പോയാലും അവൾക്ക് എന്നെ ഇഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല. പിന്നെ വെറുതെ എന്തിനിങ്ങനെ പെണ്ണ് നോക്കുന്നത് എന്നുള്ള കാര്യം ശ്രീ ചോദിക്കും. അത് കേട്ട് ചേട്ടത്തി പറയുന്നത്, അവൾക്ക് 10-32 വയസ്സുണ്ട്. ഇതുവരെയും വിവാഹമൊന്നും നടന്നിട്ടില്ല. അവൾ സിംഗിളാണ്. നീ ഒന്ന് ചെന്ന് കണ്ടു നോക്ക് എന്നുള്ള കാര്യം ചേട്ടത്തി പറയുന്നു. ആ പെൺകുട്ടിക്ക് 10-32 വയസ്സായി, അവൾ സിംഗിളാണ് എന്നൊക്കെ കേട്ടപ്പോൾ ആ ശരി, ഒന്ന് കണ്ടു നോക്കാമെന്നും ശ്രീ തീരുമാനിക്കുന്നു. അടുത്ത ദിവസം തന്നെ പെൺകുട്ടിയെ കാണുവാനായിട്ട് തീരുമാനിച്ച് ഒരു കോഫി ഷോപ്പിലേക്ക് എത്തുകയാണ് ശ്രീ. അവിടെ പെൺകുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ അവിടെ ഓർഡർ എടുക്കുവാനായി വരുന്ന വെയിറ്ററിനോട്, ഇവിടെ എന്താ കഴിക്കാനുള്ളത്, ചായയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ചായയൊന്നുമില്ല, ഇവിടെ കോഫിയും ക്രീം ബന്നും മാത്രമേ ഉള്ളൂ എന്ന് പറയും. എന്നാൽ ശരി, അതെങ്കിൽ അത് എന്ന് പറഞ്ഞിട്ട് ഓർഡർ കൊടുക്കുവാനായി പോകുന്ന സമയം തന്നെയായിരുന്നു പെൺകുട്ടി അവിടേക്ക് വന്നതും. അവളെ കണ്ടതും ശ്രീ ഞെട്ടിപ്പോകുന്നു. അത്രയ്ക്കും സുന്ദരിയായിരുന്നു ആ ഒരു പെൺകുട്ടി. പെൺകുട്ടിയുടെ പേരാണ് മധു. അവളൊരു സ്കൂളിലെ ഫ്രഞ്ച് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നതും. മധുവിനെ ആദ്യ കാഴ്ചയിൽ തന്നെ ശ്രീക്ക് ഒരുപാട് ഇഷ്ടമായി. എന്നാലും കുറച്ചൊക്കെ സംസാരിച്ച് പരിചയമാകണമല്ലോ. മധുവിനോട് പറയുന്നത്, ഞാൻ സംസ്കൃതം പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, എനിക്ക് വലിയ സാലറി ഒന്നുമില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ മധു പറയുന്നത്, സാരമില്ല, എനിക്ക് നല്ല സാലറി ഇല്ലേ, നമുക്ക് രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാമെന്നും മധു പറയുന്നു. അത് കേട്ടതും കുഴപ്പമില്ലല്ലോ, ഏകദേശം ഓക്കെ ആണല്ലോ എന്നും ശ്രീ ചിന്തിക്കും. അതേസമയം തന്നെയായിരുന്നു വെയിറ്റർ അവിടേക്ക് വന്നിട്ട് എന്താണ് കുടിക്കാൻ വേണ്ടതെന്ന് ചോദിക്കും. അവളും ചായയാ പറയുന്നത്. പക്ഷേ ചായ അവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തെവിടെയെങ്കിലും പോകാമെന്നും മധു ശ്രീയോട് പറയുന്നു. രണ്ടുപേരും പുറത്തൊരു ചെറിയൊരു ടീ കടയിലാണ് വന്നതും. ഇഞ്ചിയും ഏലക്കയും ഇട്ട് നല്ല അടിപൊളി ഒരു ചായ എടുക്കുവാനായിട്ട് മധു പറയും. അത് കേട്ടതും വീണ്ടും ശ്രീക്ക് കുറച്ചുകൂടി ഇഷ്ടമായി. കാരണം ശ്രീക്ക് ചായയിൽ ഇഞ്ചിയും ഏലക്കയും ഒക്കെ ഇട്ട് കുടിക്കുന്നതാണ് ഒരുപാട് ഇഷ്ടം. അപ്പോൾ തന്റെ ടേസ്റ്റുമായിട്ടൊക്കെ യോജിച്ചു പോകുന്ന പെൺകുട്ടിയാണെന്നും ശ്രീക്ക് മനസ്സിലായി. എന്നാലും അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കരുതല്ലോ. ഒരാളെ ഒരു ദിവസം കണ്ട് സംസാരിച്ച് എന്നും പറഞ്ഞെന്നും അവരുടെ സ്വഭാവമോ ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ശ്രീയാണെങ്കിൽ മധുവിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് തന്റെ ഒരു കൂട്ടുകാരനെയും 2 സ്റ്റുഡന്റിനെയും മധുവിനെ കുറിച്ച് അന്വേഷിക്കുവാനായി ഏർപ്പാടാക്കി. ശ്രീയുടെ സ്റ്റുഡന്റ് ആണെങ്കിൽ നേരെ പോകുന്നത് മധുവിന്റെ വീട്ടിലേക്കാണ്, അതും ഒരു ക്യാമറയും കൊണ്ട്. മധുവിനെ കുറിച്ചൊരു ഡോക്യുമെന്ററി ചെയ്യാനാണെന്ന് കള്ളം പറഞ്ഞ് മധുവിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വീട്ടുകാരോട് ചോദിച്ച് മനസ്സിലാക്കുന്നു. അതിനുശേഷം നേരെ വരുന്നത് മധുവിന്റെ ഒരു കൂട്ടുകാരിക്ക് അടുത്തേക്കാണ്. കൂട്ടുകാരി മധുവിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം നമിത് എന്നൊരു പയ്യന്റെ പേരും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ആ ഒരു കാര്യം അറിഞ്ഞതും ശ്രീക്ക് വല്ലാതെ ടെൻഷനാകും. ആരായിരിക്കും ഈ നമിത് എന്ന് ശ്രീ ചിന്തിക്കും. കൂടുതലൊന്നും അന്വേഷിക്കേണ്ട, നേരിട്ട് മധുവിനോട് തന്നെ ചോദിക്കാമെന്നും ശ്രീ തീരുമാനിക്കുന്നു. അടുത്ത ദിവസം മധുവിനെ കണ്ടിട്ട് ഈ നമിത് ആരാന്ന് ചോദിക്കും. അതെങ്ങനെയാ നിങ്ങൾ അറിഞ്ഞതെന്നായിരുന്നു ശ്രീയുടെ മറുപടിയും. അതെന്റെ ചേട്ടത്തിയും നിങ്ങളുടെ മാമനുമൊക്കെ നല്ല കമ്പനിയല്ലേ, അങ്ങനെ അറിഞ്ഞതാണെന്നും ശ്രീ കള്ളം പറയുന്നു. മധു പറയും, ഈ നമിത് എന്റെ സ്റ്റുഡന്റിന്റെ ചേട്ടനാണ്. ആദ്യമൊക്കെ ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു, പിന്നീട് അത് പതിയെ പ്രണയത്തിലോട്ടും പോയി. പ്രണയം അവസാനം ഡീപ്പായി. അതൊരു ഫിസിക്കൽ റിലേഷനിൽ എത്തിയ സമയമായിരുന്നു. ഈ മധു പെട്ടെന്ന് തന്നെ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുവാനായി നോക്കുന്ന സമയം. അത് കാണുന്ന നമിതാണെങ്കിൽ, എന്താ നിനക്ക് മുൻപേ വല്ല എക്സ്പീരിയൻസും ഉണ്ടോ, അല്ല നീ വെർജിൻ തന്നെയാണോ എന്നും നമിത് ചോദിക്കുന്നു. അത് കേട്ടതും മധുവിന് സഹിക്കാനായില്ല. അവൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ആ ഒരു കാരണം കൊണ്ടാണ് രണ്ടുപേരും ബ്രേക്കപ്പ് ആയതെന്നും മധു പറയും. അത് കേട്ട് ശ്രീ ചിന്തിക്കുന്നത്, അയ്യോ രക്ഷപ്പെട്ടു, അപ്പോൾ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് സന്തോഷത്തോടു കൂടി ശ്രീ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു അവനെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി മധു പറയുന്നത്. അല്ല, അവൻ എന്തിനാ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചത്? ഒരു 16-17 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് പെൺകുട്ടികളാ വെർജിൻ ആയിട്ടുള്ളത്? പിന്നെന്തിനാ അവൻ എന്നോട് അങ്ങനെ ചോദിക്കുന്നത് എന്നായിരുന്നു മധുവിന്റെ ചോദ്യവും. അത് കേട്ട് ശ്രീ ഞെട്ടിപ്പോകുന്നു. ഒരു ഇടിമിന്നൽ ഏറ്റതുപോലെയായിരുന്നു. ഇത്രയും വയസ്സായി, 10-42 വയസ്സായിട്ടും വെർജിനായിട്ട് തന്നെ തുടരുകയാണ് ശ്രീ. എന്നിട്ട് മധുവിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ചോദ്യം കേട്ടപ്പോൾ മധു വെർജിൻ അല്ല എന്നുള്ള കാര്യവും ശ്രീക്ക് മനസ്സിലായി. ശ്രീക്കാണെങ്കിൽ മധുവിനെ ഒരുപാട് ഇഷ്ടമായത് കൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാമെന്നും ശ്രീ തീരുമാനിക്കുന്നു.
പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം രണ്ടുപേരും എപ്പോഴും നേരിട്ട് കാണാനും കറങ്ങാൻ പോകുവാനും ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കുവാനൊക്കെ പോകുവാനും തുടങ്ങി രണ്ടുപേരും പതിയെ പതിയെ പ്രണയത്തിലേക്ക് വീണു. അങ്ങനെ അവർ ഡീപ്പായിട്ടുള്ള ലവിലേക്ക് പോവുകയായിരുന്നു. രണ്ടുപേരുടെയും വീട്ടുകാർക്കും കല്യാണത്തിന് സമ്മതമാണല്ലോ. അങ്ങനെ രണ്ടു വീട്ടുകാരും പരസ്പരം സംസാരിച്ച് ഇനി അധികം കൊണ്ടുപോകണ്ട, രണ്ടുപേർക്കും ഒരുപാട് പ്രായമായില്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വിവാഹം നടത്താമെന്നും വീട്ടുകാർ തീരുമാനിക്കുന്നു. അതിനു മുൻപായിട്ട് ചെറിയൊരു എൻഗേജ്മെന്റ് ചടങ്ങുണ്ടല്ലോ. അങ്ങനെ എൻഗേജ്മെന്റിന്റെ ഫംഗ്ഷൻ നടക്കുന്ന ദിവസം ശ്രീക്കാണെങ്കിലോ തന്റെ ലൈഫിൽ ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന ഒരു പരിപാടി, അതും തന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വരാൻ പോകുന്നു എന്നുള്ള സന്തോഷത്തിൽ നിൽക്കുകയായിരുന്നു ശ്രീ. എൻഗേജ്മെന്റും വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ശ്രീക്ക് അടുത്ത് വന്നിരുന്ന മധു ചോദിക്കും, ഞാൻ ഇനി മുതൽ ശ്രീ എന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് ശ്രീ പറയുന്നത്, അതെ ശ്രീ എന്ന് വിളിച്ചു, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എന്നെ വിളിച്ചുകൊള്ളുവാനും ശ്രീ പറയുന്നു. മധു അവനെ ശ്രീ എന്ന് വളരെ സ്നേഹത്തോടു കൂടി വളരെ സ്ലോയിൽ വിളിക്കും. അവസാനം അത് ലെസ്റ്റ് കലർന്നതുപോലുള്ള ഒരു ശ്രീ വിളിയായിരുന്നു. അത് കേട്ടതും ശ്രീ പെട്ടെന്ന് ഷോക്കാകും. എന്തെന്നാൽ ഡേറ്റിംഗ് ആപ്പില് ശ്രീയുമായിട്ടൊരു പെണ്ണ് രാത്രി സംസാരിക്കുമായിരുന്നല്ലോ, അതേ പെണ്ണിന്റെ സൗണ്ട് തന്നെയായിരുന്നു ദേ ഇപ്പോൾ മധുവിനും. മധു തന്നെയാണ് ആ പെണ്ണെന്ന് ശ്രീ തിരിച്ചറിഞ്ഞു. അതൊരു വല്ലാത്ത ഷോക്കിംഗ് മൊമെന്റ് ആയിരുന്നു. ശ്രീ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാതെ ഞെട്ടിയിരിക്കുകയാണ്. അത്രയും നേരം സന്തോഷമായിരുന്ന ശ്രീ ആണെങ്കിൽ അവന് പെട്ടെന്ന് ഒരു സങ്കടം വന്നതുപോലെ. എങ്ങനെയുള്ളൊരു പെണ്ണിനെയായിരുന്നു താൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചിന്ത ശ്രീക്ക് വന്നു തുടങ്ങി. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ശ്രീ ആണെങ്കിൽ മധുവുമായിട്ട് സംസാരിക്കുന്നത് കുറച്ചു. അവൾ വിളിച്ചാൽ ഫോൺ പോലും എടുക്കത്തില്ല, നേരിട്ട് പോലും കാണത്തില്ല. എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കാമെന്നും ശ്രീ തീരുമാനിച്ച് അവൻ ബസ്സിലിരിക്കുന്ന സമയം ശ്രീക്കടുത്തേക്ക് മധു വരും. എന്താ എന്നോട് സംസാരിക്കാത്തത്, ഞാൻ വിളിച്ചാൽ എന്ത് ഫോൺ എടുക്കാത്തത് എന്നൊക്കെ മധു ചോദിക്കുന്നു. അപ്പോൾ ശ്രീ പറയുന്നത്, നീ AJK ആപ്പിലുള്ള കാര്യം നീ എന്താ എന്നോട് തുറന്നു പറയാത്തത്, നീ അപ്പോൾ ഒരുപാട് ആണുങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീയോട് മധു പറയുന്നത്, അല്ല നിങ്ങളും ആ ഒരു ആപ്പിലില്ലായിരുന്നോ, എന്നിട്ട് അതെന്താ എന്നോട് പറയാത്തത്, ഞാനത് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് തുറന്നു പറയാമെന്നാ കരുതിയത് എന്നുള്ള കാര്യം മധു പറയുന്നു. അപ്പോൾ രാത്രി ആണുങ്ങളുമായിട്ടൊക്കെ വിളിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ നീ സംസാരിക്കുമായിരുന്നില്ലേ, ആ ആപ്പിലുള്ളതെല്ലാം വളരെ മോശപ്പെട്ട ആണുങ്ങളാ, അങ്ങനെയുള്ള ആണുങ്ങളെയൊക്കെ നീ വിളിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമായിരുന്നില്ലേ എന്ന് മധുവിനോട് ശ്രീ ചോദിക്കുമ്പോൾ, അല്ല നിങ്ങളും ആ ആപ്പില് എന്തിനാ കയറിയിരിക്കുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാനല്ലേ, പിന്നെ അതെന്ത് തെറ്റല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മധുവിനോട് ശ്രീ പറയുന്നത്, ഞങ്ങൾ ആണുങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്നിരിക്കും, പക്ഷെ അതുപോലല്ല പെണ്ണുങ്ങൾ എന്നുള്ള കാര്യം ശ്രീ പറയുന്നു. അത് കേട്ട് മധു പറയും, അതെന്താ ആണുങ്ങൾക്ക് എല്ലാം ആകാമല്ലേ, പെണ്ണുങ്ങൾക്ക് അവരുടെ സന്തോഷം കണ്ടെത്തിക്കൂടായല്ലേ, ബ്രേക്കപ്പ് ടോക്സിക് റിലേഷൻഷിപ്പ് അതിൽ നിന്നെല്ലാം പുറത്തു വന്ന് എങ്ങനെയെങ്കിലും തന്റെ മനസമാധാനം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു ആപ്പിൽ ഞാൻ വന്നത്. അപ്പോൾ എന്നോട് സംസാരിച്ച ആണുങ്ങളിൽ ആദ്യമായിട്ട് ഒരാളാണെങ്കിൽ നീ കഴിച്ചോ, നീ ഹാപ്പിയാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചത് അത് നിങ്ങൾ മാത്രമാ. ഇങ്ങനെയുള്ള ഒരാളിനെ വിവാഹം കഴിച്ച് ജീവിക്കണമെന്നും ഞാൻ തീരുമാനിച്ചു. അതോടുകൂടി ഞാൻ എല്ലാം അവസാനിപ്പിച്ചു. എൻഗേജ്മെന്റിന് ശേഷം തുറന്നു പറയാമെന്നാ ഞാൻ കരുതിയതെന്നും മധു പറയും. ശ്രീയാണ് തന്നോടൊപ്പം വന്ന് സംസാരിച്ചതെന്ന് മനസ്സിലാക്കിയ മധു ശ്രീയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇതുവരെയുമുള്ള കാര്യങ്ങളെല്ലാം അവൾ തന്നെയാണ് പ്ലാൻ ചെയ്തതും ഈ കല്യാണം വരെ കൊണ്ടെത്തിച്ചതും മധുവിന്റെ പ്ലാനായിരുന്നു. അതെല്ലാം അവൾ ശ്രീയോട് തുറന്നു പറയും. എന്നാൽ ശ്രീ പറയുന്നത്, ഞാനേ നല്ലൊരു കുടുംബത്തിലുള്ള ഒരു പുരുഷനാ, എനിക്ക് നിന്നെ പോലൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഈ ഒരു കല്യാണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് എൻഗേജ്മെന്റ് റിങ്ങൂരി അവൾക്ക് കൊടുക്കും. അവളും ദേഷ്യം വന്ന് എൻഗേജ്മെന്റ് റിങ്ങൂരി അവനും കൊടുക്കുന്നു. ശ്രീ നേരെ തന്റെ വീട്ടിൽ വന്ന് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. അത് കേട്ടതും ശ്രീയുടെ വീട്ടുകാർക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരും. ഉടനെ തന്നെ അവർ മധുവിന്റെ വീട്ടിലെത്തി മധുവിന്റെ വീട്ടുകാരെയും മധുവിനെയൊക്കെ മോശമായിട്ട് പറയും. രണ്ടു വീട്ടുകാരും തമ്മിൽ വലിയ വഴക്കായി. അങ്ങനെ ആ ഒരു കല്യാണം അവിടെ വെച്ച് ഡ്രോപ്പ് ആവുകയാണ്. അതോടുകൂടി മധുവിനും വല്ലാത്ത ടെൻഷൻ. കല്യാണം മുടങ്ങിയതോടുകൂടി മധുവിന് വല്ലാത്ത വിഷമം. അവളും സങ്കടത്തിലിരിക്കുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം എല്ലാവരും എല്ലാ കാര്യങ്ങളും മറന്ന് പഴയ ജീവിതത്തിലേക്കും തിരിച്ചു വരികയാണ്. അവർ രണ്ടുപേരും പരസ്പരം കോണ്ടാക്ട് ഒന്നുമില്ല. അങ്ങനെ ഇരിക്കെ ശ്രീയുടെ ചേട്ടന്റെ മകൾക്ക് എബ്രോഡിൽ ജോലി കിട്ടി. പക്ഷെ അതിനു മുൻപായിട്ട് കൊൽക്കത്തയിൽ ട്രെയിനിങ് ഉണ്ട്, ട്രെയിനിങ്ങിന് പോകണം. അതിനു വേണ്ടിയിട്ടുള്ള സമ്മതം അവൾ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു. എന്നാൽ അച്ഛൻ പറയുന്നത്, നീ ഇപ്പോൾ എബ്രോഡിലേക്ക് പോയാൽ എങ്ങനെയാ ശരിയാകുന്നത്, ആദ്യം നീ കല്യാണം കഴിച്ചൊരു വീട്ടിൽ പോയാൽ കുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാ പഠിക്കേണ്ടത്, അല്ലാതെ ജോലിയും കാര്യങ്ങളും ഒന്നുമല്ല എന്നായിരുന്നു ചേട്ടൻ പറഞ്ഞതും. ചേട്ടന്റെ മകൾക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടമായതേയില്ല. അവൾക്കാണെങ്കിൽ ജോലിക്ക് പോകണം എന്ന വാശിയായി.
ഒടുവിൽ എങ്ങനെയൊക്കെയോ ചേട്ടൻ പോകാനായിട്ട് സമ്മതിക്കും. കൊൽക്കത്തയിലേക്ക് ട്രെയിനിങ്ങിന് പോകണമല്ലോ, അവൾക്ക് കൂട്ടിന് ഞാൻ പോകാമെന്ന് ചേട്ടത്തി പറയുമ്പോൾ, നീ പോയാൽ എങ്ങനെയാ ശരിയാകുന്നത്? ഇവിടെ ആരാ എനിക്ക് കുക്ക് ചെയ്ത് തരുന്നത്? അതുകൊണ്ട് നീ പോണ്ട, ശ്രീ പോയാൽ മതിയെന്നും ചേട്ടൻ പറയും. അങ്ങനെ അവർ കൊൽക്കത്തയിലേക്ക് യാത്രയായി. ട്രെയിനിലിരിക്കുന്ന സമയമെല്ലാം ശ്രീ മധുവിനെ കുറിച്ച് ആലോചിച്ച് വല്ലാതെ വിഷമിക്കുന്നത് ആ ഒരു പെൺകുട്ടി കാണുന്നുണ്ടായിരുന്നു. അവൾ പറയുന്നത്, ചിറ്റപ്പ, നിങ്ങളാണെങ്കിൽ മധുവിനെ കുറിച്ച് ആലോചിച്ച് വല്ലാതെ വിഷമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. ഇതൊക്കെ വലിയ കാര്യമാണോ? ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാ. ചിറ്റപ്പനാണ് മധുവിനൊപ്പം സംസാരിച്ചതെന്ന് അറിഞ്ഞിട്ടും ചിറ്റപ്പനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചിറ്റപ്പനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു വന്നില്ലേ? പിന്നെ എന്തിനാ മധുവിനെ ഒഴിവാക്കുന്നത്? മധുവിനോട് പോയി ഒരു മാപ്പ് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഒന്നിക്കാൻ നോക്കുവാനായിട്ടും ആ പെൺകുട്ടി പറയുന്നു. അവൾ പറഞ്ഞത് ശരിയാണല്ലോ എന്നുള്ള കാര്യവും അവൻ ചിന്തിക്കും. എന്നാൽ ഇതേ സമയം തന്നെ മധുവും കൊൽക്കത്തയിലുണ്ടായിരുന്നു. കൊൽക്കത്തയിലെത്തിയ ഉടനെ തന്നെ മധുവിനെ കാണുവാനായിട്ട് ശ്രീ ചെല്ലും. മധുവാണെങ്കിൽ ലൈബ്രറിയിൽ ഇരിക്കുന്ന സമയത്ത് അവളോട് പോയി ഇതൊന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ. ശ്രീ മധുവിനെ ആരും അറിയാതെ പ്രണയത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം മധുവിനടുത്തേക്ക് ഒരു പയ്യൻ വരികയാണ്. അത് മറ്റാരുമല്ല, മധുവിന്റെ എക്സ് ലവറായിട്ടുള്ള നമിതായിരുന്നു. നമിതാണെങ്കിൽ വിദേശത്ത് നിന്ന് വന്നിരിക്കുകയാണ്. വിദേശത്തായിരുന്ന സമയമെല്ലാം മധുവിനെ കുറിച്ചായിരുന്നു ആലോചിച്ചിരുന്നത്. എനിക്ക് തെറ്റുപറ്റി, ഞാൻ നിന്നോട് അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു, നീ എന്നോട് ക്ഷമിക്കണമെന്നും നമിത പറയും. നമിത അതൊക്കെ പറയുന്നത് കേട്ട് മധുവിന് വല്ലാതെ ദേഷ്യം വരുന്നു. അവൾക്ക് വലുതായൊന്നും സംസാരിക്കുവാനൊന്നും പറ്റത്തില്ലല്ലോ, ലൈബ്രറിയല്ലേ. അതുകൊണ്ട് അടുത്തുള്ളൊരു ഹോട്ടലിലേക്ക് നമിത്തിനെയും വിളിച്ചുകൊണ്ട് പോകും. അവരെ ഫോളോ ചെയ്ത് ശ്രീയും പോകുന്നുണ്ട്. ലൈബ്രറിയിൽ വെച്ച് എങ്ങനെയാണോ നമിത്തിനോട് സംസാരിച്ചിരുന്നത് അതുപോലെയല്ല ഹോട്ടലിൽ വന്നപ്പോൾ മധു സംസാരിക്കുന്നതും ചിരിച്ച് സംസാരിക്കുകയാണ് ചെയ്യുന്നതും. അത് കാണുന്ന ശ്രീക്ക് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, കൈവിട്ട് പോകുമെന്നാ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നേരിട്ട് പോയി ഒന്ന് സംസാരിക്കുമെന്നും ശ്രീ ചിന്തിക്കുന്നു. അങ്ങനെ നേരെ മധുവിനും നമിത്തിനും അടുത്തേക്കെത്തി. ശ്രീയെ കണ്ടതും മധു ഞെട്ടിയിരിക്കുകയാണ്. ഇന്ന് എന്റെ ചേട്ടന്റെ മകൾക്ക് ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യത്തിനാണ് ഞാൻ വന്നിട്ടുള്ളത്. അതാ നിന്നെ കാണാമെന്ന് വിചാരിച്ചത്. എനിക്കൊരു 10 മിനിറ്റ് ഒന്ന് സംസാരിക്കണം, ഒറ്റയ്ക്കെന്നും ശ്രീ പറയുന്നു. അത് കേട്ട മധു ആണെങ്കിൽ നമിത്തിനോട് കുറച്ചു നേരം പുറത്തു നിൽക്കുവാനായി പറയും. അപ്പോൾ ശ്രീ ആണെങ്കിൽ മധുവിനോട് പറയുന്നത്, നീ എന്നോട് മാപ്പ് പറ, ഞാൻ എല്ലാം ക്ഷമിക്കാം, നമുക്ക് വിവാഹം കഴിക്കാം എന്നുള്ള കാര്യവും ശ്രീ മധുവിനോട് പറയുന്നു. അത് കേട്ട് മധു ചോദിക്കുന്നത്, അല്ല, ഞാൻ എന്തിനാ നിങ്ങളോട് മാപ്പ് പറയുന്നത്? അതിന്റെ കാര്യം എന്താ? നിങ്ങളും ഇതുപോലൊരു തെറ്റ് ചെയ്തതല്ലേ, പിന്നെന്താ പ്രശ്നം? ഞാൻ വിചാരിച്ചത് നിങ്ങൾ മാറുമെന്ന് വിചാരിച്ചിരുന്നത് എന്റെ തെറ്റ്. ഒരിക്കലും നിങ്ങൾ മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് മധു ആണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ശ്രീക്കാണെങ്കിലോ താൻ ഇതിനു വേണ്ടി എന്താ ചെയ്തത് എന്നുള്ളൊരു മട്ടാണ്. ശ്രീ താൻ കൊൽക്കത്തയിൽ എത്തിയിട്ട് മധുവിനെ കാണാൻ പോകുമെന്ന കാര്യം കൂട്ടുകാരനോട് പറഞ്ഞിരുന്നു. കൂട്ടുകാരൻ വഴി ആ ഒരു കാര്യം ശ്രീയുടെ ചേട്ടനും അറിഞ്ഞിട്ടുണ്ട്. മധുവിനെ കാണാൻ അനുവദിച്ചുകൂടാ. അതിനു മുൻപ് ശ്രീയെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് ചിന്തിച്ച ചേട്ടനാണെങ്കിൽ നേരെ കൊൽക്കത്തയിലേക്ക് പോകും. എന്നിട്ട് ശ്രീയെയും കൂട്ടിക്കൊണ്ടു വരികയാണ്. വരുന്ന വഴിയിലെല്ലാം മധുവിനെ കണ്ടതിന് ശ്രീയെ ഒരുപാട് വഴക്ക് പറയും. ആ സമയത്തായിരുന്നു അവർ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടതും. അപ്പോൾ അവരിരുന്ന കാറിന് തൊട്ടടുത്ത കാറിലായിട്ട് ദേ അവരെ ഞെട്ടിക്കുന്നൊരു കാഴ്ച കൂടി അവർ കാണുകയാണ്. അത് മറ്റാരെയുമല്ലായിരുന്നു ആ കാറിൽ കണ്ടത്, ശ്രീയുടെ ചേട്ടത്തിയെ തന്നെയാ. ചേട്ടത്തിക്കൊപ്പം മധുവിന്റെ മാമനും ഉണ്ടായിരുന്നു, ജോയി. ശ്രീയുടെ ചേട്ടൻ കൊൽക്കത്തയിലേക്ക് പോയ തക്കം നോക്കി ശ്രീയുടെ ചേട്ടത്തെയും ജോയിക്കൊപ്പം കറങ്ങുവാനായി എത്തിയിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു. ഈ ജോയിയും വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. ഇവരുടെ പ്രണയ വാർത്തയെല്ലാം ഇപ്പോൾ ശ്രീയുടെ ചേട്ടനൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ. മുൻപ് ജോയിയും വീട്ടുകാരും ശ്രീയുടെ വീട്ടിലേക്ക് വന്നത് മധുവുമായിട്ടുള്ള വിവാഹാലോചനയുമായിട്ടാണെങ്കിൽ ദേ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചേട്ടത്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാ. ചേട്ടത്തിയോട് ദേഷ്യത്തിൽ ചേട്ടൻ ചോദിക്കും, എത്ര നാളായി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ആരംഭിച്ചിട്ട്? അതിന് മറുപടിയായിട്ട് ചേട്ടത്തി പറയുന്നത്, എത്ര നാളെന്നൊന്നും അറിയില്ല, പക്ഷേ മധുവുമായിട്ടുള്ള വിവാഹാലോചനയുമായിട്ട് ജോയി ഇവിടെ വന്നത് മുതൽ ഞങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ നിങ്ങളിൽ നിന്ന് കിട്ടാത്ത എല്ലാ പരിഗണനയും എനിക്ക് ജോലിയിൽ നിന്ന് കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ പ്രണയത്തിലേക്ക് പോയത്. അത് കേട്ട് ചേട്ടൻ പറയുന്നത്, നിനക്ക് ഞാൻ എന്ത് കുറവാ വെച്ചിരുന്നത്? നിന്നെ ഞാൻ നല്ലോണമല്ലേ നോക്കിയിരുന്നത്? അതിനു മറുപടിയായി ചേട്ടത്തി പറയുന്നത്, നിങ്ങൾ എന്ത് നന്നായി എന്നെ നോക്കിയെന്നാ പറയുന്നത്? നിങ്ങൾക്ക് ഞാൻ വെറും ഒരു അടുക്കളക്കാരി മാത്രമായിരുന്നു. പക്ഷേ നിങ്ങൾ എന്നെ എന്തെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? എന്നെ ജോയി സ്നേഹിച്ചിട്ടുണ്ട്. എനിക്ക് പരിഗണനയെല്ലാം തന്നിട്ടുണ്ട്. ഞാനൊരു മനുഷ്യനാണെന്ന് ജോയി എന്നെ കണക്കാക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എന്നെ അങ്ങനെ കണ്ടിരുന്നോ? നിനക്കും മകൾക്ക് ഞാൻ എന്ത് കുറവാടി വെച്ചിരുന്നത്? നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നിന്റെ അച്ചാർ ബിസിനസ് ആരംഭിക്കാൻ ഞാൻ സമ്മതിച്ചില്ലേ? അത് കേട്ട് ചേട്ടത്തി ചോദിക്കുന്നത്, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ സമ്മതം എനിക്ക് വേണോ? അല്ല, നിങ്ങൾ സമ്മതിക്കാൻ എന്താ? ചേട്ടനോട് ചേട്ടത്തി ചോദിച്ച ആ ഒരു ചോദ്യം
എനിക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ എന്നെ അനുവദിക്കാമെന്ന് പറയാൻ നിങ്ങൾ ആരാ എന്നുള്ള ആ ഒരു ചോദ്യം അത് ചെന്ന് തറച്ചത് ശ്രീയുടെ മനസ്സിലായിരുന്നു. എന്തെന്നാൽ മധുവിനെ കാണാൻ ചെന്ന സമയത്ത് ശ്രീ പറഞ്ഞിരുന്നു, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഞാൻ അനുവദിക്കാമെന്ന്. അന്നും മധു ഇതുപോലൊരു ചോദ്യം ശ്രീയോടും ചോദിച്ചതാണ്. അതെല്ലാം ശ്രീക്ക് ഓർമ്മ വരും. തെറ്റായി പോയി എന്നും ശ്രീ ചിന്തിക്കുന്നു. നിങ്ങൾ എപ്പോഴും എന്നെ ലൂസ് മെന്റൽ എന്നൊക്കെ പറയാറില്ലേ, അതെനിക്ക് എങ്ങനെയാ ഫീൽ ചെയ്യുന്നെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല എനിക്ക് നിന്നെ തമാശയ്ക്ക് പോലും ഒന്നങ്ങനെ വിളിക്കാൻ പറ്റത്തില്ലേ? അതിനു മറുപടിയായി ഭാര്യ പറയുന്നത്, 10 ആൾക്കാരുടെ മുന്നിൽ വെച്ചാണ് ഞാൻ അങ്ങനെ നിങ്ങളെ വിളിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് ഭാര്യ ചോദിക്കുമ്പോൾ അതിന് ഭർത്താവിന് മറുപടിയില്ലായിരുന്നു. തന്റെ അമ്മ സംസാരിക്കുന്നതെല്ലാം മകൾ കേൾക്കുന്നുണ്ടല്ലോ. അമ്മ എന്തുമാത്രം പ്രണയത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മകൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മകൾ പറയുന്നത്, അമ്മ എന്ത് തീരുമാനിക്കുന്നോ അതിനെല്ലാത്തിനും കൂടെ ഞാനും നിൽക്കും. അമ്മ ഒരു പ്രണയം നിറഞ്ഞ ലൈഫാണ് ആഗ്രഹിക്കുന്നത്, അത് അമ്മയ്ക്ക് കിട്ടട്ടെ എന്നായിരുന്നു മകൾ പറയുന്നതും. മകൾ അങ്ങനെ അമ്മയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതോടുകൂടി തന്റെ ഭാര്യ തന്നിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്ന പേടി അയാൾക്കുണ്ടായി. ഉടനെ തന്നെ അയാൾ പറയുന്നത്, ഒരു കാര്യം ചെയ്, നീ ചെയ്ത തെറ്റിനില്ല നീ എന്നോട് മാപ്പ് ചോദിര്, ഞാൻ നിനക്ക് മാപ്പ് തരാം, നമുക്ക് പഴയതുപോലെ ജീവിക്കാമെന്നും ചേട്ടൻ പറയുന്നത് കേട്ട് ചേട്ടത്തിയും ഞെട്ടിപ്പോകുന്നു. ഇത്രയും നേരം സംസാരിച്ചതിലും അവർക്ക് ഏറ്റവും കൂടുതൽ വേദനയായത് തന്റെ ഭർത്താവിന്റെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്ന അങ്ങനെ ഒരു വർത്തമാനമായിരുന്നു. അത് കേട്ടവർ ഷോക്കായി നിൽക്കുമ്പോൾ അതെല്ലാം കേട്ടുകൊണ്ട് നിന്ന സ്ത്രീക്കും അതൊട്ടും ഇഷ്ടമായില്ല. സ്ത്രീ ഉടനെ തന്നെ ചേട്ടനടുത്തേക്ക് വന്നിട്ട്, അല്ല ചേട്ടത്തി എന്തിനാ ചേട്ടനോട് മാപ്പ് ചോദിക്കുന്നത്? അതിനു വേണ്ടിയിട്ട് ചേട്ടത്തി എന്ത് തെറ്റാ ചെയ്തത്? ചേട്ടത്തി പ്രണയം ആഗ്രഹിച്ചു, പക്ഷെ ചേട്ടന്റെ ഭാഗത്തു നിന്നും അത് കിട്ടിയില്ല, അതവർ മറ്റൊരാളിൽ കണ്ടെത്തി, അതിനിപ്പോൾ എന്താ തെറ്റ്? ചേട്ടത്തി എന്ത് തീരുമാനിക്കുന്നോ അതിനൊപ്പം ഞങ്ങൾ നിൽക്കുമെന്ന് സ്ത്രീ പറയുന്നു. അതോടുകൂടി ചേട്ടനാണെങ്കിൽ ഒന്നും പറയാനില്ലായിരുന്നു. എല്ലാവരും പല വഴിക്ക് പിരിഞ്ഞു. ചേട്ടത്തിയാണെങ്കിലും ജോയ്ക്കൊപ്പവും പോയി. അതോടുകൂടി ഒറ്റപ്പെട്ട് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ചേട്ടനും. ജീവിതത്തിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ ഈ ഒരു പ്രശ്നത്തോടു കൂടി സ്ത്രീക്ക് മനസ്സിലായി. സ്ത്രീ നേരെ വരുന്നത് മധുവിനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. മധുവിനോട് പറയുന്നത്, എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ചെറിയ കാലം തൊട്ടേ ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. ചിലപ്പോൾ വളർത്തിയതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. ഞാൻ വളർന്ന സാഹചര്യം അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടാ ഞാനും ഇങ്ങനെ ആയത്. എല്ലാവരും സമമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ മാത്രമല്ല ഒട്ടുമിക്ക ആണുങ്ങളും ഇങ്ങനെ തന്നെയാ. എന്നെ കൊണ്ട് പെട്ടെന്ന് മാറാൻ കഴിയുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിന് മാപ്പ് ചോദിക്കുവാനും ആ ഒരു തെറ്റ് തിരുത്തുവാനും ഞാൻ തയ്യാറാണ് എന്നുള്ള കാര്യവും സ്ത്രീ പറയുന്നു. സ്ത്രീ അങ്ങനെ മധുവിനോട് മാപ്പും ചോദിക്കുകയാണ്. സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു പെരുമാറ്റമായിരുന്നു മധുവും ആഗ്രഹിച്ചിരുന്നത്. എന്നായിരിക്കും തന്റെ ഭാഗത്ത് തെറ്റെല്ലാം മനസ്സിലാക്കി അത് തിരുത്തി തന്റെ അടുത്തേക്ക് വരുന്നത് എന്ന് കാത്തിരിക്കുകയായിരുന്നു മധു. മധു ആഗ്രഹിച്ചതുപോലെ തന്നെ സ്ത്രീ ഇപ്പോൾ തിരികെ വന്നിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ വേറൊന്നും പറയാതെ സ്ത്രീയെ സ്വീകരിക്കുകയാണ് മധു. അങ്ങനെ രണ്ടുപേരും ഒന്നിക്കുന്നത് കാണിച്ചും കൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.